ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം ലഹരി വിമുക്ത ക്യാമ്പയിനിലേക്ക്. കൊച്ചിയിൽ ലഹരി മാഫിയ പിടികൂടിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 10 കിലോ MDMA കൊച്ചിയിലെത്തിയെന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ MDMA 10 കിലോ MDMA എവിടെ പോയി എന്ന് ഇതുവരെ ആരും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരുപാട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ട് കേസുകൾ പിടിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകൾ തട്ടിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ പള്ളുരുത്തി ആ ഭാഗങ്ങളിലൊക്കെ പിടിച്ചതിൻ്റെ ആളുകളെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2024 തൃശ്ശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു MDMA ആയിട്ട് ബന്ധപ്പെട്ട കേസ്, അത് തുടരന്വേഷണങ്ങൾ നടത്തുകയും അത് ബാംഗ്ലൂരിലെത്തി കഴിഞ്ഞപ്പോൾ 2.5 കിലോ MDMA പിടികൂടുകയും വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പോയപ്പോഴാണ് ഹൈദരാബാദിലുള്ള ഫാക്ടറി തന്നെ കേരള പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആകെ നടന്നിരിക്കുന്നത് 2024 ഓഗസ്റ്റിൽ നടന്ന ഈ ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റം കേരള പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതേപോലുള്ളൊരു മുന്നേറ്റം എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ ഭരണപക്ഷങ്ങൾക്ക് പോലും ഈ മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. കാരണം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല. ഏതെങ്കിലും ഒരു കീഴ്ത്തട്ടിൽ ഈ അന്വേഷണം നിലയ്ക്കുകയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഏതായാലും ലഹരിക്കെതിരെ ഇന്ന് ജനവികാരം ഉണർന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എല്ലാ സർക്കാരുകൾക്കും പോലീസിനും ശക്തമായിട്ട് നിലകൊള്ളേണ്ടതായിട്ടുണ്ട്. ഞാൻ പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് TM റിഫാസ്. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലും ഓരോ വിഷയങ്ങളിലും ലഹരി എന്ന ഒരു വലിയൊരു വിപത്തിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ റിച്ചായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ താഴ്ന്ന് ലോക്കലായിട്ട് നിൽക്കുന്ന വീടും കുടുംബവും ഇല്ലാത്ത അർഹയായി നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. യുവാക്കളുടെ ഇടയിൽ അതൊരു വലിയൊരു രീതിയിലേക്ക് ക്യാമ്പസുകളിലും സ്കൂളുകളിലും യുവാക്കളുടെ ഇടയിലേക്ക് ഇപ്പോൾ ലഹരി, നാർക്കോട്ടിക് ഡ്രഗ് അതിപ്പോൾ വളരെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും വളരെ അതൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യും. പക്ഷേ ഇത് കൂടുതൽ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പല ആളുകളുടെ ഇടയിലേക്കും കൂടുതലായി വർദ്ധിച്ച് വരുന്നൊരു സാഹചര്യവും നമുക്കുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മളുടെ ഇടയിൽ ആദ്യം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ വിദ്യാഭ്യാസം നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയക്കാർ, പത്രപ്രവർത്തകർ, അവരെല്ലാവരും കൂടി ഒരു കൊച്ചിയിലെ ഒരു കൂട്ടായ്മ ആദ്യം തന്നെ രൂപീകരിക്കുകയെങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും കൊച്ചിയിൽ നിന്നും നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലഹരിയുടെ ഏറ്റവും വലിയ ഹബ്ബായി മാറിയിരിക്കുകയാണ്. എറണാകുളവും കൊച്ചി കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നാം മാറ്റി നിർത്തുന്നതിന് വേണ്ടി അങ്ങനെ ഇതിനൊരു നിയന്ത്രിക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. തീർച്ചയായും അത് ഒറ്റക്കെട്ടായി നമുക്ക് അതിനെ എങ്ങനെ പോരിടേണ്ടി വരും എന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ സാധിക്കൂ.